പിന്നെ വലിയ പഠിത്തം പഠിച്ചാൽ ബിരുദവും ബിരുദാനന്തരമൊക്കെ പഠിച്ചാൽ മാത്രമേ സർക്കാർ ജോലിയൊക്കെ കിട്ടൂ. അത് സർക്കാരിൽ നല്ല വലിയ ജോലിയൊക്കെ കിട്ടുള്ളൂ എന്നാണ് പലരുടെയും ചിന്ത. പൊന്നു മക്കളെ, അങ്ങനെയൊന്നും ഇല്ല എന്ന് UP സർക്കാർ തെളിയിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം റിങ്കു സിംഗിന് ഉത്തർപ്രദേശ് സർക്കാർ ജോലി നൽകും. താരത്തെ ജില്ലാ അടിസ്ഥാന വിദ്യാഭ്യാസ ഓഫീസറായി നിയമിക്കാനാണ് ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനം. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ എന്താണ് റിങ്കു സിംഗ് ലോകം അറിയുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയറാണ്. അതുകൂടാതെ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യൻ പ്ലെയറാണ്. അപ്പം ഈ മെഡൽ നേടിയവർക്കൊക്കെ സർക്കാർ ജോലി കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തതാണല്ലോ. അതിന് ഇത്ര വലിയ പറയാനെന്താ? അതെ, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊടുത്തതാണ്. പക്ഷേ കിട്ടിയ ജോലിയാണ് നമ്മൾ അതിശയപ്പെടുത്തുന്നത്. ജില്ലാ അടിസ്ഥാന വിദ്യാഭ്യാസ ഓഫീസർ, മനസ്സിലായില്ലേ? അതിനൊരു മിനിമം യോഗ്യതയൊക്കെ വേണ്ടി വരൂലേ അല്ലേ? ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ റിങ്കു സിംഗിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 9ാം ക്ലാസ്സാണ്. പല ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് മുന്നോട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല, അതൊന്നും അദ്ദേഹത്തിൻ്റെ കുറ്റമായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ അതിനെയും മറികടന്നുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ ടീമിലെത്തുകയും വലിയ വലിയ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ സർക്കാരായാലും ഒരു ജോലി ഓഫർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇത് നോക്കണ്ടേ എന്ന് മാത്രമേ എനിക്ക് പേഴ്സണലായിട്ട് ചോദിക്കാനുള്ളൂ. ഇദ്ദേഹത്തിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ അങ്ങനെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി കൊടുത്ത് നമുക്ക് ഒന്നും പറയാനില്ല. മുഹമ്മദ് സിറാജ് DYSP ആണ്. അങ്ങനെയൊക്കെ പല താരങ്ങൾക്കും ജോലി കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ജോലി കൊടുക്കുമ്പോൾ മിനിമം വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണ്ടേ എന്ന് മാത്രമേ നമുക്ക് ചോദ്യമുള്ളൂ. BCI ജോലിക്ക് ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. നിലവിൽ ബിരുദമാണ് യോഗ്യതയായിട്ട് ഇവർ വെച്ചിരിക്കുന്നത്. 21 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ കഴിയും. പിന്നെ ശമ്പളം എന്ന് പറയുന്നത് 70,000 മുതൽ 90,000 വരെയാണ്. ഓക്കെ, അപ്പോൾ 9ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള റിങ്കു സിംഗിന് ജില്ലാ അടിസ്ഥാന വിദ്യാഭ്യാസ ഓഫീസറായിട്ട് നിയമനം കിട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ ഇന്ത്യയിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഓർപ്പിക്കുന്നു.